വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ കമൻ്റ് അടിച്ചിരുന്നു, നിങ്ങളെങ്ങനെയാണ് ലോണിനെ പറ്റി പറയാം, ബാങ്കുകാരല്ല പറയണത്. ഇത്രയും ചെയ്ത വണ്ടികളുടെ എക്സ്പീരിയൻസിൽ ഇവർ തന്നെയല്ലേ പറയാം അല്ലേ? ഓക്കെ. നല്ല ടയർ ഭാഗങ്ങളുണ്ട്, നല്ലൊരു അടിപൊളി നീറ്റ് വണ്ടി കാണാൻ, പക്കാ നീറ്റ് വണ്ടി കാണുമ്പോൾ തന്നെ നമുക്കൊരു കണ്ണെടുക്കാൻ തോന്നില്ല. അമ്മാരി ഇന്റീരിയറാണ്. അലോയ്സ് മാറ്റി ചെയ്തിട്ടുണ്ട്, നല്ല അടിപൊളി അലോയ്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു സ്പൈഡർ ലുക്ക് അലോയ്സ് ചെയ്തിട്ടുണ്ട്. നല്ല പവർ ഉണ്ടാവും, അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. 18-20 റേഞ്ച് മൈലേജും കിട്ടുന്ന ഒരു അടിപൊളി വാഹനമാണ്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 120-ലധികം വാഹനങ്ങളുമായിട്ട് അല്ലേ, അല്ലമീനിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. 120 വാഹനമൊന്നും കാണിക്കാൻ പറ്റില്ല, സെലക്ട് ചെയ്ത കുറച്ച് വണ്ടികൾ നമ്മൾ കാണിച്ചു തരാം. അത് 2 പാർട്ടായിട്ട് കാണിക്കാം. ഇതാ വലിയ 7 സീറ്റേഴ്സ്, ചെറുത് മുതൽ ഏതാ എൻ്റെ ഇവിടെ കിടക്കുന്നുണ്ട്. ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കോ? ലൊക്കേഷൻ കാക്കഞ്ചേരി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ തൊട്ടടുത്ത്, കാക്കഞ്ചേരി, മലപ്പുറം ജില്ലയാണ്, ബോർഡറാണ്, കോഴിക്കോട് മലപ്പുറം ബോർഡർ, രാമനാട്ടുകര തൃശ്ശൂർ റോഡിൽ കാക്കഞ്ചേരി. ഹസൻ കെ ആണ്. പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വെറുതെ ഒന്ന് പരിചയപ്പെടുത്താണ്, പഴയ ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും. ഇന്നത്തെ നമ്മൾ മിക്സ് ചെയ്ത് കാണിക്കല്ലേ? എല്ലാം ഉണ്ട്. ഓക്കെ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വിട്ടുപോകരുത്. അതേപോലെ തന്നെ നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർസ് തന്ന് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കാർ വിൽക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. മേരാ കാസ് അതിൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ പുതിയ ആപ്ലിക്കേഷനാണ്. നിങ്ങൾ വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങളെ വാഹനം വിൽക്കാൻ സാധിക്കും. അതിന് ഇതിലേക്ക് കോൺടാക്ട് ചെയ്യുക, താഴെ കൊടുത്ത നമ്പറിൽ. അതേപോലെ നമ്മുടെ വാട്സപ്പ് ചാനലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ സ്റ്റോക്കിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അതിലേക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യ വാഹനം ഹോണ്ടയുടെ അമേസ് ആണ്. KL 20 രജിസ്ട്രേഷനുള്ള വാഹനം, 3rd ജനറേഷൻ അമേസ്. പറഞ്ഞു. ഇത് 2018 VX. ഓക്കെ. ഏറ്റവും ഫുൾ ഓപ്ഷൻ ഡീസൽ, 1.10 ഓടി കമ്പനി സർവീസ്. ഓക്കെ. റീപ്ലേസും കാര്യമൊന്നുമില്ല. നല്ല മൈലേജ് ഉണ്ടാവും. 20 above 22 ആ റേഞ്ചൊക്കെ മൈലേജ് കിട്ടുന്ന ഒരു സെഡാൻ വാഹനമാണ്, കോമ്പാക്ട് സെഡാൻ. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, 0 ക്ലെയിം. ഒന്നും മാറിയിട്ട് കമ്പനി സർവീസ്. 2018 സിംഗിൾ ഓണർ. ഓക്കെ. ഏത് ഓപ്ഷൻ വരുന്ന വീട്ടില? VX. സോറി, ഏറ്റവും ടോപ്പിൻ്റെ വാഹനമാണ്. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 6,90,000 കൊടുക്കാം. 6,90,000 രൂപയ്ക്ക് 2018 ഏറ്റവും ഫുൾ ഓപ്ഷൻ ഡീസൽ മാനുവൽ അമേസ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഫുൾ ലോൺ കിട്ടും. ഏകദേശം ഫുൾ ലോൺ കിട്ടും. ഒരു 6,3 എന്തായാലും കൺഫേം. ഓക്കെ. ലോണ് പ്രൊമോട്ട് ചെയ്യല്ല, പക്ഷേ ലോണിനെ പറ്റി അറിയേണ്ട ആൾക്കാരുണ്ടാവും, അവർക്ക് വേണ്ടി പറയാണ്, വേറെ ഒന്നുമല്ല. താല്പര്യമായിട്ട് മാത്രം എടുത്താൽ മതി. അത്രയും. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത ഹോണ്ട സിറ്റിയാണ്, KL 11 അമേസിന്റെ നേരെ അടുത്ത കാറ്റഗറീസാണ്. പറഞ്ഞോളൂ. ഇത് 2017 V ആണ്, മറ്റേത് VX എന്നത് V ആണ്. സിംഗിൾ ഓണർഷിപ്പ്. ഇതിൽ ZX വരുന്നുണ്ട്, ZX V അങ്ങനെയാണ് ഓപ്ഷൻ വരുന്നത് സ്റ്റെപ്പായിട്ട്. ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരും, അലോയ്സും വരും. അലോയ്സ് മാറ്റി ചെയ്തിട്ടുണ്ട്, നല്ല അടിപൊളി അലോയ്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു സ്പൈഡർ ലുക്ക് അലോയ്സ് ചെയ്തിട്ടുണ്ട്. റീപ്ലേസ് ഒന്നുമില്ല, നല്ല ടയേഴ്സും ആണ്. ക്ലെയിം ഒന്നുമില്ല. ഓക്കെ. 2017 ഡീസൽ ആണ്. 2017 ഡീസൽ V ഓപ്ഷൻ. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈലേജ് 20 ഓക്കെ. ഇത് നമുക്കൊരു 6,500 കൊടുക്കാം. പ്രൈസ് 6,50,000 2017 V ഓപ്ഷൻ ഡീസൽ സിറ്റി. നിങ്ങൾക്ക് ഓട്ടോ എത്രയാണ് പോയത്? ഓട്ടോ 1.8. 1,08,000. കമ്പനി സർവീസ് ഇല്ല. നേരത്തെ കമ്പനി സർവീസ് ഉണ്ട്, ഇതിന് സർവീസ് ഇല്ല. ഓക്കെ. ഡീസൽ വണ്ടികൾ അങ്ങനെ പണി കേൾക്കാറില്ല അല്ലേ? കാര്യമായിട്ട് റീപ്ലേസും കാര്യമൊന്നുമില്ല. ഓക്കെ. നമുക്ക് എത്രത്തോളം ഏകദേശം ലോൺ ചാൻസ്? ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ ക്ലിയർ ആണ്. ഫുൾ ലോൺ കിട്ടും. ഓക്കെ. ലോൺ എന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ കമൻ്റ് അടിച്ചിരുന്നു, നിങ്ങളെങ്ങനെയാണ് ലോണിനെ പറ്റി പറയാം, ബാങ്കുകാരല്ല പറയണത്. ഇത്രയും ചെയ്ത വണ്ടികളുടെ എക്സ്പീരിയൻസിൽ ഇവർ തന്നെയല്ലേ പറയാം അല്ലേ? ഓക്കെ. അടുത്ത സ്വിഫ്റ്റ് ആണ്, KL 65 രജിസ്ട്രേഷൻ, തിരൂരങ്ങാടിയാണ്, മലപ്പുറം ജില്ല. പറഞ്ഞു. ഇത് 2019 ZDI+. ഡീസലിലെ ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ്. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. മാനുവൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്. 1 സംതിങ് ഓടിയുണ്ട്. ഓക്കെ. റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. ഈ വണ്ടിയാണ്. ഇത് 25ന്റെ അടുത്തൊക്കെ മൈലേജ്, നല്ല മൈലേജ് ഉള്ള വാഹനം. ടൈമിംഗ് കാര്യം മാറിയതാണ്. ഒക്കെ ന്യൂ മോഡൽ നമ്മൾ കാണുകയും ചെയ്തത്, എല്ലാം നല്ല മോഡൽ കൂടിയ വാഹനങ്ങളെ കാണുകയും ചെയ്തത്. മോഡൽ കുറഞ്ഞതുകൊണ്ട് വിലക്കുറവുണ്ടോ? ഓക്കെ. ഓക്കെ. ഇതെങ്ങനെ ചോദിക്കുന്നത്? 6,90,000 ZDI+ കേട്ടോ. 19 ZDI+ 6,90,000 രൂപയ്ക്ക് മാനുവൽ സ്വിഫ്റ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ലോൺ എത്ര വരില്ലേ? ഏകദേശം ഫുൾ ലോൺ ചെയ്ത് കൊടുക്കും. ഒരു 10-20 രൂപ ഡൗൺ പേയ്മെന്റ് വരും. മാക്സിമം അത്രയും കണ്ടാവും അല്ലേ? അത്രയും കണ്ടാവും. ചിലപ്പോൾ ഫുൾ ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ട്, അത്രേ പറയുള്ളൂ. വേറെ പണിയൊന്നുമില്ലല്ലോ? ഒരു പണിയില്ല. വീണ്ടും ഒരു സെയിം ഷേപ്പ് സ്വിഫ്റ്റ് ആണ്, KL 11 രജിസ്ട്രേഷൻ വാഹനം. എങ്ങനെയാണ്? 2018 ZXi ആണ്, ഓട്ടോമാറ്റിക്.
പ്ലസ് ഇല്ല ഫുള്ളിന്റെ തൊട്ട് താഴെ ഹെഡ്ലൈറ്റ് പ്രൊജക്റ്റഡ് ആയിരിക്കില്ല, അലോയ്സിൽ ചെറിയ ചേഞ്ചസ് ഉണ്ടാവും അല്ലേ. ഓക്കെ, ഓണറാണ്, റീപ്ലേസ് ഇല്ല, കമ്പനി സർവീസ്. എത്ര ഓട്ടം? 120 ഓടി പെട്രോളില് 120 ഓട്ടം പോയിട്ടുണ്ട്. അത്യാവശ്യം മൈലേജ് ഉണ്ടാവും, 18 റേഞ്ച് മൈലേജ് കിട്ടാൻ ചാൻസ് ഉണ്ട്. AMT ഗിയർ ബോക്സ് വരുന്ന വാഹനമാണ്. വേറെ ക്ലെയിം ഒന്നുമില്ല, 0 ക്ലെയിം ഒന്നുമില്ല. ഓക്കെ, എത്ര കൊടുക്കാം? ഇത് നമുക്ക് 6.25 കൊടുക്കാം. 6.25 ലക്ഷം. 2018 ZXi ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് ആണ്. ലോൺ നമുക്കൊരു 5.5 റുപ്യ 5.25 റുപ്യ ലോൺ കിട്ടും. അടുത്തൊരു റെഡ് പോളോ KL 18 കോഴിക്കോട് വടകര രജിസ്ട്രേഷൻ വാഹനമാണ്. പറഞ്ഞത് 2015 1.5 ഡീസൽ. ഓക്കെ, 15 മോഡലാണ്. 15 മോഡൽ, സെക്കൻഡ് ഓണർഷിപ്പാണ്. ഓട്ടോ എത്ര പോയി? ഓട്ടോ 80 സംതിങ് കൂടി, 80ന്റെ മുകളിൽ. ഇതിന് വല്ല ഇഞ്ചക്ടർ അടിയോ സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല? ഒന്നൊരു ABS ലൈറ്റ് പോയി. 80,000 മുകളിൽ ഓട്ടം പോയിട്ടുണ്ട്. ഏത് ഓപ്ഷൻ? ഇത് ഓപ്ഷൻ ട്രെൻഡ് ലൈൻ രണ്ടാണ്. ബേസ് ആണ്? അല്ല, ബേസ് അല്ല, കംഫർട്ട് ലൈൻ. മിഡിൽ ഓപ്ഷൻ ആണ്. ഓക്കെ, എല്ലാം പേര് എയർ ബാഗ്, ABS, അലോയിൽ വരുന്നില്ല, അഡീഷൻ ചെയ്താണ്. അലോയ്സ് വരുന്നില്ല, പക്ഷെ നല്ല അടിപൊളി അലോയ്സ് ചെയ്തിട്ടുണ്ട്. നല്ല ടയേഴ്സും ഉണ്ട്, കുഴപ്പമില്ല, നല്ല ടയേഴ്സ് ഉണ്ട്. ക്ലെയിം ഒന്നുമില്ലല്ലോ? ഓക്കെ, നല്ല പവർ ഉണ്ടാവും, അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. 18-20 റേഞ്ച് മൈലേജും കിട്ടുന്ന ഒരു അടിപൊളി വാഹനമാണ്. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 4.35 കൊടുക്കാം. 4,35,000 രൂപയ്ക്ക് 2015 1.5 ഡീസൽ പോളോ നിങ്ങൾക്ക് ഫുൾ ലോൺ കിട്ടും. ഒരു അടിപൊളി ഓഫറാണ്. 80 സംതിങ് ഓടിയിട്ടുണ്ട്. കിലോമീറ്റർ ജെനുവിറ്റി പറയാം. പഴയ ഷേപ്പ് സ്വിഫ്റ്റ് ആണ്. KL 1 തിരുവനന്തപുരം വാഹനം. പറയുള്ളൂ. ഇത് 2015 ZXi പ്ലസ് പെട്രോൾ ഏറ്റവും ടോപ്പിലെ വാഹനമാണ് അന്നത്തെ ZXi പ്ലസ്. 70,000 കിലോമീറ്റർ ഓടിയുണ്ട്. റീപ്ലേസ് ഒന്നുമില്ല, ഓട്ടം റീപ്ലേസ് ഇല്ല. ഓക്കെ, 4 പുത്തൻ ടയർ നമ്മൾ ചെയ്തിട്ടുണ്ട്. 4 പുത്തൻ ടയറാണ്, റീപ്ലേസ് ഇല്ല, ഒന്നും നോക്കാനില്ല. ഓഫർ പ്രൈസ് കൊടുക്കാം. ഓടിക്കാം, സർവീസ് ഓടിക്കാം. 3.90 കൊടുക്കാം. 2015 സ്വിഫ്റ്റ് ZXi പ്ലസ് 3.90 നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഈ ഒരു ഷേപ്പ് സ്വിഫ്റ്റ് ഏകദേശം ഒരു 13-16 റേഞ്ച് മൈലേജ് കിട്ടും അല്ലേ. ഓക്കെ, നല്ല ഗോൾഡൻ ചാൻസ് ആണ്. ലോൺ ചോദിക്കണ്ട, ഫുൾ ലോൺ. അടുത്തൊരു സെലറിയോ KL 7 രജിസ്ട്രേഷൻ വാഹനമാണ്. പറയുള്ളൂ. ഇത് 2017 VXi ഓട്ടോമാറ്റിക്, ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക്, മിഡിൽ ഓപ്ഷൻ VXi. AMT ഗിയർ ബോക്സ് തന്നെയാണ് വരിക. എത്ര ഓട്ടം പോയി? ഓട്ടം 68 ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ക്ലീൻ വണ്ടി. ഫുൾ ടയറാണ്, 4 പുത്തൻ ടയർ. VXi ഫോഗ് വരുന്നുണ്ടായിരുന്നോ? അഡീഷണൽ ചെയ്താണല്ലേ. ഓക്കെ, കമ്പനി പോകല്ലേ. റീപ്ലേസ് ഇല്ല, ഓട്ടോമാറ്റിക് ആണ്. നമുക്കൊരു 4.20 കൊടുക്കാം. 2017 17 വാഹനം ഓട്ടോമാറ്റിക് സെലറിയോ 4,20,000 സ്വന്തമാക്കാം. ഒരു 4 ലക്ഷം വരെ 4 ലക്ഷത്തിന്റെ മുകളിൽ കിട്ടും. ചിലപ്പോൾ ഫുൾ ലോൺ കിട്ടും. ഓക്കെ, റീപ്ലേസും കാര്യമൊന്നുമില്ല. ഒരു മൈലേജ് 14 to 17 റേഞ്ച് മൈലേജ് കിട്ടാൻ ചാൻസ്. അടുത്തൊരു സെഡാൻ കാറ്റഗറി വാഹനമാണ്. KL 10 രജിസ്ട്രേഷനുള്ള ടൊയോട്ടയുടെ എറ്റിയോസ് ആണ്. റീവണ്ടി ഏത്? റീവണ്ടിയാണ്. ഓക്കെ, 2015 റീ ആണ്. ഓക്കെ, ഇത് GD-SP ആണ്. പിന്നെ അലേവിൽ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. VXi അലേവിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ വരും ആൻഡ്രോയിഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എയർ ബാഗ് വരുന്നില്ല? രണ്ട് എയർ ബാഗ് വരുന്നുണ്ട്. ആൻഡ്രോയിഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡാഷ് ഡുവൾട്ടോണ വരിക. 15 ഉണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പിന്നെ പ്ലാറ്റിനം മോഡൽ ചെയ്തിട്ടുണ്ട്. കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഗ്ലാസിനോട് ചെറിയൊരു ക്രാക്ക് ഉണ്ട്, വേറെ ഒന്നുമില്ല. ഗ്യാരണ്ടി. ഓക്കെ, ഗ്ലാസ് മാറിയില്ല, ഷേപ്പ് ന്യൂ ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. എന്തായാലും ഡീസലിൽ നല്ല മൈലേജ് ഉണ്ടാവും. 20-22 ആ റേഞ്ചൊക്കെ ചിലപ്പോൾ മൈലേജ് കിട്ടുന്നൊരു വാഹനമാണ്. ഓക്കെ, ഓണർഷിപ്പ് 4 വില നമുക്ക് 4.10 കൊടുക്കുകയും ചെയ്യാം. 4.10 2015 ഓടി അല്ലേ. 15 എറ്റിയോസ് ഡീസൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. GD. ഓക്കെ, ഒരു 3.25 ഫൈനാൻസ് ചെയ്തു. ഇനി നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കേരള നമ്പർ ആയി കഴിഞ്ഞു. ഇനി വേറെ ടാക്സോ കാര്യമോ ഒന്നും അടക്കേണ്ട ആവശ്യമില്ല. കേരള വണ്ടി പോലെ തന്നെ ലോൺ എടുക്കാൻ പറ്റില്ല. ഓക്കെ, അടുത്ത റിറ്റ്സ് ആണ്. KL ഏതാ രജിസ്ട്രേഷൻ? 17 മൂവാറ്റുപുഴ, എറണാകുളം ജില്ലയാണ്. പറഞ്ഞോളൂ. 2014 VDI സെക്കൻഡ് ഓണർ. ഡീസൽ മിഡിൽ ഓപ്ഷൻ വാഹനമാണ്. 2014 നല്ല വൃത്തിയുണ്ട്. അലവിലും കാര്യമൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. അടിപൊളിയാട്ടാ, നീറ്റ്, നല്ല നീറ്റ് വണ്ടി, ക്വാളിറ്റി വണ്ടി, സൂപ്പർ വണ്ടിയാണ്. ഓക്കെ, വൃത്തി, കാണാനുള്ള വൃത്തി ഞാൻ പറഞ്ഞു. ഓക്കെ, അലോയ്സ് മാത്രം എനിക്കൊരു വൃത്തികളായി തോന്നുന്നുണ്ട്. വൈറ്റ് കളറായി ചെയ്യേണ്ടി വരും. ഓക്കെ, കുഴപ്പമില്ലാത്ത ടയറും കാര്യമുണ്ട്. പുതിയ ബാറ്ററിയാണ്. ഇൻഷൂർ പുതിയത് അടച്ചു കൊടുക്കാം. 3.30 കൊടുക്കാം. 3,30,000 2014 VDI റിറ്റ്സ്. മൈലേജ് 18-20 റേഞ്ച് ഏകദേശം മൈലേജ് കിട്ടുന്ന വാഹനമാണ്. ഓക്കെ, മാക്സിമം ലോൺ കിട്ടും. 3 രൂപ ലോൺ കിട്ടും. ഓക്കെ, KL 25 പുനലൂർ രജിസ്ട്രേഷനിലുള്ളൊരു i10 ഗ്രാൻഡ് ആണ് അടുത്ത വാഹനം. പറഞ്ഞോളൂ. സ്പോർട്സ് ആണ്. 1.2 പെട്രോൾ. ഫുള്ളിൻ്റെ താഴെ വരുന്ന ഓപ്ഷൻ. ഓക്കെ,
മോഡല് 15 മോഡൽ സ്പോർട്സ് 15 അല്ലേ? ഓക്കെ. 43,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റീപ്ലേസ് ഇല്ല, കമ്പനി സർവീസ്. ഓക്കെ. ബാക്ക് വൈപ്പർ വരുന്നില്ല, അതേപോലെ തന്നെ അലോയ്സും കാര്യങ്ങളൊന്നും വരില്ല, പുഷ് ബട്ടൺ വരില്ല. അതാണ് വ്യത്യാസം വരുന്നത് ഫുൾ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ. മൈലേജ് ഒരു 12 to 15 റേഞ്ച് വരെയൊക്കെ മാക്സിമം മൈലേജ് ഉണ്ടാൽ മതി. ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഓക്കെ. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? നമുക്ക് 3,30 കൊടുക്കാം. 15 സ്പോർട്സ് 3,30,000. 360, 370 വരെ ലോൺ കയറണുണ്ട്. ഓക്കെ. മാക്സ് ഫുൾ ലോൺ കിട്ടും. ഫുൾ ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇത് മൈലേജ് പൊതുവേ കുറവെന്ന് പറയുന്നത് വെച്ചാൽ ഏകദേശം എനിക്ക് ഞാൻ പറഞ്ഞൊരു 12-15 റേഞ്ച് കിട്ടും. ടൗണിലൊക്കെ ആണെങ്കിൽ 12 ഒക്കെ കിട്ടുന്നുണ്ട്. എങ്ങനെ പോയാലും മെയിൻ്റെനൻസ് വരില്ല, സീറോ മെയിൻ്റെനൻസ് ഒക്കെ കുറവാണ്. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ. അടുത്തത് ഒരു ഇന്നോവയാണ്. KL 71 രജിസ്ട്രേഷൻ വാഹനം. ഫ്രീ വണ്ടിയാണല്ലേ? ഫ്രീ വണ്ടിയാണ്. ഓക്കെ, പറഞ്ഞോളൂ. 2012 G4 ഇന്റർകൂളർ. ഓക്കെ. 12 G4 ആണ് ഇന്റർകൂളർ. റീപ്ലേസ് ഒന്നുമില്ല. ക്വാളിറ്റി വണ്ടിയാണ്. ഓക്കെ. അലോയ്സും കാര്യങ്ങളൊന്നും വരില്ല. ചെയ്തിട്ടുണ്ട്. ഓൾഡ് ടൈപ്പ്. ഓക്കെ. അലോയ്സ് ചെയ്ത് വെച്ചേക്കാണ്. മേജർ ആയിട്ടുള്ള പരിക്കൊന്നുമില്ലല്ലോ? മേജറും മൈനറും ഇല്ല. ക്ലീൻ വണ്ടി. ഓക്കെ. ഗ്യാരണ്ടി. ഓക്കെ. എത്ര കൊടുക്കുന്നത്? ഇത് നമുക്ക് 6,70 കൊടുക്കാം. 6,70,000 രൂപയ്ക്ക് 2012 G4. ഓട്ടം എത്ര കാണിക്കുന്നത്? ഓട്ടം കാണിക്കുന്നത് 2,16. 2,16 ഓക്കെ. KL 71 രജിസ്ട്രേഷൻ ആയ വാഹനമാണ്. സിംഗിൾ ഓണറാണ് കാണിക്കുന്നത്. ഇപ്പോൾ കുറച്ച് മുന്നേ നമ്പറായ വണ്ടിയാണ്. ഓക്കെ. മാറുമ്പോൾ ചിലപ്പോൾ 2-3 വരാൻ ചാൻസ് ഉണ്ട്. ലോൺ 6 രൂപ ചെയ്തു. 6 വരെ ചെയ്തു കൊടുക്കാം. ഓക്കെ. മാക്സിമം ലോൺ കിട്ടും. ഒരു അടിപൊളി 7 സീറ്റർ വാഹനമാണെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാം. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത ഇന്നോവയാണ്. KL 44 രജിസ്ട്രേഷൻ മാറിയതാണല്ലേ? അതെ. ഓക്കെ, പറഞ്ഞോളൂ. ഇത് 2015 G4. 2015 G4 ആണ്. രണ്ടാമത്തെ ഓണർഷിപ്പ്. ഓക്കെ. ഇന്റർകൂളർ. ഇതിൽ അലോയ്സ് ചെയ്തിട്ടില്ല. ഓക്കെ. സീറ്റ് കവറൊക്കെ മാറ്റി ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് സെറ്റ്, LCD ഒക്കെ ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ. ഇന്റർകൂളർ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് മൈലേജ് കൂടും. ഒരു 13 ഒക്കെ കിട്ടും. ആ ഒരു റേഞ്ചിൽ ഏകദേശം മൈലേജാണ് പറയുന്നത്. കുറച്ച് കൂടും. ഇവിടുത്തേക്കാൾ കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. ഓക്കെ. ഇതിന് മേജർ ആയിട്ടുള്ള എന്തെങ്കിലും പരിക്കോ ഒന്നുമില്ല. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 9 റുപ്യാണ് ആവശ്യപ്പെടുന്നത്. കുറച്ച് കൊടുക്കാം. അതെ. 8,15 വരെ ഫൈനാൻസും ചെയ്ത് കൊടുക്കാം. ഓക്കെ. 2015 ആട്ടോ. 75,000 രൂപ ഇറക്കാം. 2015 G4 9 ലക്ഷം ചോദ്യമാണ്. നിങ്ങൾക്ക് എന്തായാലും വന്നിട്ട് ഒരു നെഗോസിയേഷൻ ഇരിക്കാൻ പറ്റും. ഓക്കെ. ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് റിനോ ക്യാപ്ചർ. ഒരു SUV സെഗ്മെന്റ് വാഹനം. KL 24 രജിസ്ട്രേഷനുള്ള വാഹനം. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2018 RXT 1.5 ഫുള്ളിന്റെ RX സെറ്റ് അല്ല? ഫുള്ള് വരുന്നതിൽ RXT T തന്നെയാ ഫുള്ള്? ഓക്കെ. എന്റെ ഓർമ്മ ഇല്ലാതൊന്നുമില്ലല്ലോ. എല്ലാ ഓപ്ഷനും ഉണ്ട്. ഓക്കെ. ഹെഡ് ലാമ്പ്, പ്രൊജക്ടഡ്, അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നല്ല ടയർ ഭാഗങ്ങളുണ്ട്. നല്ലൊരു അടിപൊളി നീറ്റ് വണ്ടി കാണാൻ. പക്കാ നീറ്റ് വണ്ടി കാണുമ്പോൾ തന്നെ നമുക്കൊരു കണ്ണെടുക്കാൻ തോന്നില്ല. അമ്മാരി ഇന്റീരിയറാണ്, എക്സ്റ്റീരിയറാണ്. ഓക്കെ. സിംഗിൾ ഓണറാണ്. പ്രോപ്പർ കമ്പനി സർവീസും ഉണ്ട്. പ്രോപ്പറായിട്ട് പോയിട്ടുണ്ട്. കിലോമീറ്റർ 130 ഓടിയുണ്ട്. ഓക്കെ. കറക്റ്റ് സർവീസ്. 2018 ഡീസൽ. ഓക്കെ. ഇതിന് ഒരു 15 വരെയൊക്കെ മൈലേജ് ഉണ്ടാവും. 15 മൈലേജ് കിട്ടും. 15 വരെയൊക്കെ മാക്സിമം കിട്ടും. ഓക്കെ. എന്താ പറയുക, ഒരു അടിപൊളി ലുക്കുമാണ്. പക്കാ ലുക്ക് വണ്ടിയാണ്. എത്ര കൊടുക്കുക? നമുക്ക് 5,90 കൊടുക്കാം. 5,90,000. 2018 ഒരു SUV സെഗ്മെന്റ് വാഹനം 5,90 നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഒരു അടിപൊളി പ്രൈസ്. ഫുൾ ലോണും ചെയ്ത് കൊടുക്കാം. ഫുൾ ലോണും കിട്ടും. ഒരു ക്ലെയിമോ ഒന്നുമില്ലല്ലോ? പരിക്കൊന്നുമില്ല. പക്കാ കമ്പനി സർവീസ്. വണ്ടിൻ്റെ നിങ്ങൾ. ഓക്കെ. തീർച്ചയായും. ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കാണിച്ച വാഹനങ്ങളെ പറ്റി കൂടുതൽ എന്തെങ്കിലും എൻക്വയറീസോ കാര്യങ്ങളുണ്ടെങ്കിൽ ഹസൻ ഖാൻ നമ്പറും എല്ലാവരുടെ നമ്പറും നമ്മൾ റൈറ്റ് ടോപ്പ് കോർണറിൽ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ മെയിലേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും താഴെ. പലരും നമ്പർ കൊടുത്തിട്ടും നമ്മളെ മെസ്സേജ് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും എടുത്തു പറയുന്നത്. ഇവിടെയുണ്ട് റൈറ്റ് ടോപ്പ് കോർണറിൽ. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും നമ്പർ കൊടുത്തിട്ടുണ്ടാവും. അതിലേക്ക് വിളിച്ച് അന്വേഷിച്ചാൽ മതി. അതേപോലെ തന്നെ നിങ്ങൾക്ക് എടുക്കുന്ന വാഹനങ്ങൾ ചെക്ക് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്തിട്ടെടുക്കുക. ഇനിയിപ്പോൾ ഇവരുടെ കണ്ടുപെട്ടില്ലെങ്കിലും നിങ്ങളുടെ കണ്ടുപെട്ടാൽ ഏറ്റവും ബെറ്റർ അതാണ്. എല്ലാ ഷോറൂമിലും എവിടെ പോയാലും, ഇപ്പോൾ ഏത് ഷോറൂമിൽ പോയാലും, നമുക്ക് എങ്ങനെ പരിചയമുള്ള ഷോറൂമിൽ പോയാലും ഒന്ന് നിങ്ങളുടെ സൈഡിൽ നിന്ന് കൂടി ചെക്ക് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും അല്ലേ വാഹനം? ഓക്കെ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഷെയർസ് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ വിട്ടുപോകരുത്. അതുപോലെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ കാർ നിങ്ങൾക്ക് വിൽക്കണമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. മേര കാസ് ഞങ്ങളുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കോൺടാക്ട് ചെയ്യുക. അല്ല മെയിലേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ മുകളിൽ കൊടുത്തിട്ടുണ്ട്, മറന്നുകൊണ്ടാ. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഹസൻ ഖാൻ വളരെ നന്ദി. ബൈ.